ലോകത്തിലുള്ള ഒത്തിരി കാര്യങ്ങളിൽ നാം എപ്പോഴും ആശ്രയം വയ്ക്കാറുണ്ട്. നമ്മളുടെ ആശ്രയം ഏതിലൊക്കെയാണ്? പണത്തിലോ, പ്രതാപത്തിലോ, വിദ്യാഭ്യാസത്തിലോ, അഥവാ ബന്ധുക്കളിലോ, മക്കളിലോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും കാണുന്ന പലതിലുമോ, അല്ലെങ്കിൽ സൗന്ദര്യത്തിലോ, എന്തിലൊക്കെയായാലും അതൊക്കെ താൽക്കാലികങ്ങളും നശ്വരങ്ങളും ആണ് എന്ന ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. സദൃശ്യവാക്യം 16 അധ്യായം അതിൻ്റെ 20 വാക്യം: തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരുപക്ഷെ ലോകപ്രകാരമായ ഉന്നതമായ സാഹചര്യങ്ങളിലും പദവിയിലും കൂടെ നാം പോകുമ്പോൾ അതൊക്കെ ഭാഗ്യാവസ്ഥയായി നാം കരുതാറുണ്ട്. എന്നാൽ ലോകത്തിൽ കാണുന്ന ഒന്നും തന്നെ ഒരിക്കലും ഭാഗ്യാവസ്ഥയായി നാം ചിന്തിച്ച് അതിലാശ്രയം വയ്ക്കരുത്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: സമ്പത്ത് പെരുകിയാൽ അതിലാശ്രയം വയ്ക്കരുത്. തിരുവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അതെ, അവൻ്റെ ജീവിതം അനുഗ്രഹമായി തീരും. അതെ, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കാം. 37 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമുക്ക് താൽക്കാലികമായി കാണുവാൻ കഴിയുന്ന ഒന്നിലും നാം ആശ്രയം വെച്ച് അതാകരുത് നമ്മുടെ ലക്ഷ്യം. പിന്നെ ദൈവസന്നിധിയും ദൈവഹിതവും മാത്രമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയം വയ്ക്കുക. യെശയ്യാപ്രവചനം 26 അധ്യായം അതിൻ്റെ 4 വാക്യം. അതെ, ഈ ലോകപ്രകാരം ജീവിക്കുന്ന ഉന്നതന്മാർ, ബുദ്ധിമാന്മാർ, സമ്പന്നന്മാർ അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അവരൊക്കെ വളരെ കഴിവുള്ളവരും പ്രാപ്തരും ഒക്കെയാണ്. എന്നാൽ പലപ്പോഴും അവരുടെ കഴിവുകളും പ്രാപ്തിയും ഒക്കെ താൽക്കാലികങ്ങളാണ്. കാരണം അവരുടെ മരണത്തിന് ശേഷം അത് നിലനിൽക്കുന്നില്ല. നമ്മളുടെ ആത്മാവ് നിത്യവും ദൈവത്തിൻ്റെ ദാനവുമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തരായി ജീവിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാഗ്യാവസ്ഥ ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം വിവേകവും പ്രത്യാശയുമുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, എപ്പോഴും നീ എൻ്റെ അടുക്കൽ വരും. സങ്കീർത്തനം 10:12. അതെ, നിഷ്കളങ്ക മാർഗത്തിൽ നമുക്ക് ശ്രദ്ധ വയ്ക്കാം, നീതിമാനിൽ നിന്ന് പഠിക്കാം, നന്മ ചെയ്യാൻ ശീലിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.